ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് വീഡിയോ ഒക്കെ ചെയ്യണം, ലോങ് വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ വീഡിയോ എടുക്കൽ, വീഡിയോ എഡിറ്റ് ചെയ്യൽ അങ്ങനെ കുറച്ച് മടി കാരണമാണ് ഇതൊന്നും ചെയ്യാത്തത്. കുറച്ച് ആക്റ്റീവായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ 5 സംക്രാന്തിക്ക് വന്നിട്ടാണ് ഓരോ വീഡിയോസ് ലോങ് വീഡിയോ ഇടുന്നത്. ഞാൻ ഷോർട്സ് വീഡിയോ ഇപ്പോൾ ഇടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ December 7th എൻ്റെയും കണ്ണൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞാൻ അന്നൊരു ചെറിയ കുട്ടി സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്കൗട്ടായെന്നാണ് എൻ്റെയും വിശ്വാസം. അപ്പോൾ അത് എങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു, എന്തൊക്കെയായിരുന്നു എന്നുണ്ടായിരുന്നു എന്നൊക്കെ ഒരു ചെറിയൊരു വീഡിയോ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ വ്ളോഗ് എടുക്കണം എന്നുള്ള രീതിയിൽ ചെയ്തതൊന്നുമല്ല. കുറച്ച് മൊമെൻറ്റ്സ് എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ കുറേ നാളായാലും ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട് അങ്ങനെ കരുതിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. മെഴുകുതിരി അലിഞ്ഞു പോകണം. കപ്പിടിയടാ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഈ ഒരു സംഭവം പ്ലാൻ ചെയ്ത് എനിക്കൊരു പിൻട്രസ്റ്റി വൈബ് അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഞാനിത് പ്ലാൻ ചെയ്തത്. ഞാൻ പിൻട്രസ്റ്റിൽ കുറേ ഇങ്ങനെ തീമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ചെയ്തത്. ആ ഒരു രീതിയിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെതായ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പരിപാടിയായിരുന്നു. അപ്പം എനിക്ക് അതുപോലൊരു മിനി കേക്കൊക്കെ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ മിനി കേക്കൊന്നും എനിക്ക് ആ സമയത്ത് എവിടെ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ കുറേ അടുത്ത് തിരക്കിയപ്പോൾ ആരും അങ്ങനെ ചെയ്യലില്ല എന്ന് പറഞ്ഞു. ഒരു 1 kg ഒക്കെ അവർ ചെയ്തു. പക്ഷെ എനിക്ക് കുഞ്ഞ് കാരണം ആ ഒരു ടൈമിലത്തേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മതിയായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തു ആ ഒരു കേക്ക്. പക്ഷെ അത് 1/2 kg കേക്കായിരുന്നു കേട്ടോ. മിനി കേക്ക് അതിലും ചെറുതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. 1/2 kg കേക്ക്. അപ്പം അന്ന് വൈകുന്നേരം തന്നെ ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് ചേച്ചിയുടെ വീട്ടിലുള്ള ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിരുന്നത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ കാണും എന്നുള്ളത് കൊണ്ട് ഞാൻ അപ്പുറത്ത് തന്നെയാണ് വെച്ചിരുന്നത്. അപ്പം പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇത് നമുക്ക് ബാൽക്കണിയിൽ സെറ്റ് ചെയ്യണം. റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്താലും കണ്ണൻ കാണും. അപ്പോൾ കണ്ണൻ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റുന്നായിരുന്നു അടുത്ത ടാസ്ക് എനിക്ക്. അപ്പോൾ തന്നെ പുള്ളി എന്നോട് വൈകിട്ട് വന്നിട്ട് പറഞ്ഞു ടർഫിൽ പോകണം, കളിയുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ
അപ്പോൾ പക്ഷേ പെട്ടെന്ന് നമ്മൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഡൗട്ട് അടിച്ചാലോ, നമ്മൾ പറഞ്ഞുവിടാൻ നിൽക്കുമെന്ന് വിചാരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വിട്ടു. കണ്ണും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഡെക്കറേഷനാണല്ലോ. അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്ന് കേക്ക് വാങ്ങി നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. എന്നിട്ട് നീ ഡെക്കറേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്യാൻഡിൽസും പിന്നെ വൈറ്റ് ഷോളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ വൈറ്റ് ഷോള് ഞാൻ ഒരു ത്രെഡിനകത്ത് ആക്കിയിട്ട് നമ്മുടെ ബാൽക്കണിയിലെ മുകളിലൊരു ബൾബുണ്ട്, അപ്പോൾ അതിലേക്കൂടെ ചുറ്റിയിട്ട് അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. കറക്റ്റൊരു മറ്റേ നാടകം തുടങ്ങുമ്പോൾ കർട്ടനൊക്കെ ഇടുന്ന പോലെ അങ്ങനെയൊക്കെ ഞാൻ വെച്ച് സെറ്റ് ചെയ്തപ്പോൾ പക്ഷേ ആ ഒരു ആർച്ച് ഷേപ്പിൽ അത് കിട്ടുന്നില്ല. ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട് അത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത്. പിന്നെ ടാസ്ക് എന്ന് വെച്ചാൽ നമ്മളിത് സെറ്റ് ചെയ്ത് വിട്ടിട്ട് കഴിഞ്ഞാൽ കണ്ണൻ ടർഫിൽ നിന്ന് വരുന്ന സമയത്ത് ഇത് താഴെ കൂടെ വരുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് താത്തിട്ടു, ഷോളുകളിൽ താത്തിട്ട് കഴിഞ്ഞിട്ട് അപ്പം വരുമ്പോൾ കാണില്ലല്ലോ. പിന്നെ ഇവിടുത്തെ ലൈറ്റ് ഫുള്ള് ഓഫാക്കി. നമ്മളിവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് ഫെയറി ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓഫാക്കി. കാരണം ഇവിടെ എന്തുണ്ടെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഫുൾ ഓഫാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് അങ്ങനെ ഈ ബാൽക്കണി ഡോറെല്ലാം അടച്ച് ഞാൻ ലോക്ക് ചെയ്ത് റൂമിൽ പോയി. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണം വരുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. പിന്നെ ആൾ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണൊക്കെ കെട്ടി. അങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പം ഓക്കെ സക്സസ് ആയി. എന്നോട് പറഞ്ഞത് എന്താ ബിനാലിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് കൂടെ. സംഭവം സെറ്റായിരുന്നു. ഞങ്ങൾ അന്ന് സംഭവം സെറ്റ് ചെയ്തു. ഓക്കെ സെറ്റായിരുന്നു. ഞങ്ങൾ എൻ്റെ പിൻട്രസ്റ്റ് വൈബിൽ ഞാനൊരു സെലിബ്രേഷൻ ചെയ്തു. ഒന്ന് ചെറിയ രീതിയിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതല്ലാണ്ട് നമ്മൾ ഈവനിങ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ ആ കേക്ക് കട്ടിങ് കഴിഞ്ഞ് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് കണ്ണൻ ടർഫിൽ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ടർഫിൽ പോകാൻ റെഡിയായി വന്നപ്പോഴത്തേക്ക് എൻ്റെ അനിയനും ഫ്രണ്ട്സും കൂടെ ഒരു കേക്കൊക്കെ ആയിട്ട് വന്നു. പിന്നെ കണ്ണൻ ആ ഒരു ലുക്കിൽ തന്നെ ടർഫിൽ പോകുന്ന ലുക്കിൽ തന്നെ നിന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. പക്ഷെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ ഞങ്ങൾ. അങ്ങനെ മൊത്തത്തിലൊരു 3 കേക്ക് ഞങ്ങൾ അന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ നൈറ്റ് ഞാൻ ഈ കൊണ്ടുവന്ന് വെച്ച കേക്ക് കഴിക്കാനുള്ള ഗ്യാപ്പ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം അത്രയും കേക്ക് ഓൾറെഡി ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകിട്ട് ആ കേക്ക് കട്ട് ചെയ്തത് കൊണ്ടും ഞാൻ നൈറ്റ് ഈ ഒരു പ്ലാൻ ചെയ്യുമെന്ന് ആ കൊച്ചങ്ങോട്ട് ചിന്തിക്കാനും ചാൻസ് ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് അത് നടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആനിവേഴ്സറിയുടെ സംഭവങ്ങളൊക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് എൻജോയ് ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അലക്കുലത്ത് പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.